തിരികെ ശ്രീ ജാക്സി തോമസ്, ഇവിടെ മിഥുൻ വിജയകുമാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഭാരതമാതാവ് എന്ന സങ്കല്പം RSSൻ്റേതല്ല, കാവിക്കൊടിയും RSSൻ്റേതല്ല, കാവിമുണ്ടും RSSൻ്റെ അല്ലാത്തതുപോലെ. അപ്പോൾ ഇതെല്ലാം RSSന് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. അങ്ങനെ ഏതെങ്കിലും സിമ്പൽ വന്നു എന്ന് കരുതി അതെല്ലാം RSSൻ്റേതാണെന്ന് പറഞ്ഞാൽ RSS മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്നാണ് മിഥുൻ വിജയകുമാറിൻ്റെ. അതെന്താണ് നിങ്ങളുടെ ടേക്ക്? ആ വാദം അത്യന്തം പരിഹാസ്യജനകമാണ്. അതായത് ഈ ചർച്ച ശ്രദ്ധിക്കുന്ന മീഡിയ മണ്ഡലം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മുമ്പിലുണ്ട്. ഓരോ പ്രതീകങ്ങളെയും ഓരോരുത്തർ കടം കൊള്ളുന്നതും അവരവരുടെ ഒരു പൊതുബോധ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് മാറ്റി തീർക്കുന്നതും എങ്ങനെയാണ്? ലോകമെമ്പാടുമുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, സാമുദായിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഈ പ്രതീകങ്ങളും ഈ ചിഹ്നങ്ങളും ഒക്കെ ഒരു കാര്യം വസ്തുതയാണ്, അത് ആദാന പ്രദാനങ്ങളുടേതാണ്. പരസ്പര സ്വീകരണത്തിന്റെയും കൊണ്ടും കൊടുത്തുമുള്ള ഒരു ആകത്തുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല പ്രതിബിംബങ്ങളും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം എന്ത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ സമയത്താണ് കേരളീയ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും മത്സരിച്ച് സംഘപരിവാർ വർഗീയതയ്ക്ക് മുമ്പിൽ മുട്ടിലിഴയാൻ തയ്യാറായപ്പോഴാണ് എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ടെലിഗ്രാഫിന്റെ ആ സമയത്തെ തലവാചകം 2023 BC എന്നുള്ളതായിരുന്നു. അതായത് ആയിരക്കണക്കിന് പതിറ്റാണ്ടുകൾ നമ്മൾ പുറകിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു. ഇത് ലക്ഷണമൊത്തൊരു മതരാഷ്ട്രത്തിന്റെ പ്രതീകമെന്ന പോലെ ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രോദ്ഘാടന ചടങ്ങ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് നട്ടൽ ഉയർത്തിപ്പിടിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇന്ത്യൻ മാധ്യമങ്ങളിൽ അപൂർവ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നായിരുന്നു ടെലിഗ്രാഫ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന വർഷം 2025 BC അല്ല എന്നാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന, അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന നമ്മുടെ സഹപാനലിസ്റ്റ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 2025 നമ്മൾ ഒത്തുചേരുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ലോകത്തിലെ ഏറ്റവും രണോത്സുകമായ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം മാറി. എണ്ണമറ്റ രക്തസാക്ഷികൾ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് വരുന്ന മനുഷ്യരുടെ സമാനതകളില്ലാത്ത ത്യാഗം, ആ ത്യാഗങ്ങളുടെ ഒക്കെ ചുവട്ടിൽ ഉപ്പ് ചാർത്തിയപ്പോഴാണ് ഇന്ത്യ പിറവിയെടുക്കുന്നത്. ഈ രാജ്യത്തെ പിറവിയെടുക്കുന്നതിൽ ത്യാഗസമ്പൂർണമായ ജീവിതം സമർപ്പിച്ച അനേകം വരുന്ന മനുഷ്യരുടെ പട്ടികയിൽ ഒരാൾ പോലുമില്ല ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ പ്രതിനിധി എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചരിത്ര വസ്തുത. അങ്ങനെ ഇന്ത്യ സഞ്ചരിച്ച് നവീനമായ ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ പറയുകയാണ്, നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഇതിഹാസങ്ങളിലേക്കും മിത്തുകളിലേക്കും നിങ്ങൾ നോക്കുവിൻ. ഇതിഹാസങ്ങളെയും മിത്തുകളെയും തരാതരം പോലെ നമ്മൾ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ അവരവരുടെ അങ്ങേയറ്റം വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അവകാശവുമാണ്. പക്ഷെ ഇവിടെ സംഘപരിവാര അനുകൂലി എന്താണ് പറയുന്നത്? നിങ്ങൾ ഇതിഹാസങ്ങളിലെ നോക്കുക, ആ ഇതിഹാസങ്ങളിൽ പണം വിടർത്തി നിൽക്കുന്ന പല പ്രതിബിംബങ്ങളുമുണ്ട്. ആ പ്രതിബിംബങ്ങളിൽ ഒന്നിനെ എടുത്താണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രതീകം. അത് പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് ആഘോഷിച്ചു കൊള്ളണം, നിങ്ങൾ ഇത് കണ്ടുകൊള്ളണം. അതിനെ ആഘോഷിക്കാനുള്ള നിങ്ങളുടെ വിമുഖത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലയിലാണ് അദ്ദേഹം വാദിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് അങ്ങയോട് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, 2025 നമ്മൾ പരിമിതികളോടുകൂടെ ഒത്തുചേരുമ്പോഴും എത്രമാത്രം നവീനമായ ഒരു ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ചോദ്യം വേറെ തന്നെ നിൽക്കുമ്പോഴും ഇപ്പോഴും ഇന്ത്യയുടെ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയോ കോൺഗ്രസുകാരുടെയോ മീഡിയ എന്ന മാധ്യമ സ്ഥാപനത്തിന്റെയോ സംഘപരിവാർ അനുകൂലികളുടെയോ ഒന്നും അടിസ്ഥാന ഗ്രന്ഥമായി നമ്മളിൽ പലരും രാഷ്ട്രീയത്തിന്റെയും മതവിശ്വാസത്തിന്റെയും ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമല്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും അഭിമാനത്തോടുകൂടി അംഗീകരിക്കേണ്ട വരുന്ന ഇന്ത്യയുടെ പ്രാമാണിക ഗ്രന്ഥം അത് ഭരണഘടനയാണ്. ആ ഭരണഘടനാ സിദ്ധമല്ലാത്ത യാതൊന്നിനെയും, അത് ഗവർണറുടെ ഓഫീസിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും ആരുടെയും ഔദ്യോഗിക വസതിയിലാണെങ്കിലും ഭരണഘടനാ സിദ്ധമല്ലാത്ത ഒന്നിനെയും, ഒരു വാലുള്ള പതാകയാകട്ടെ, രണ്ടു വാലുള്ള പതാകയാകട്ടെ, അമ്മയുടെ ചിത്രമാകട്ടെ, അച്ഛന്റെ ചിത്രമാകട്ടെ, മുത്തച്ഛന്റെ ചിത്രമാകട്ടെ, മുത്തച്ഛയുടെ ചിത്രമാകട്ടെ, അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യം. ഭരണഘടനാ സിദ്ധമായി ഇന്ത്യ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് കൊണ്ട് വാലുള്ള പതാകയും അച്ഛന്റെയും അമ്മൂമ്മയുടെയും ചിത്രവും എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്നുകൊണ്ട് നിങ്ങളെല്ലാവരും തൊഴുകൈകളോടുകൂടെ ഒന്ന് വണങ്ങിക്കൊള്ളണം, നിങ്ങളെല്ലാവരും ഇരു കൈയും നീട്ടി അതിനെ അങ്ങ് സ്വീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പക്ഷപാതിത്വമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസിൽ നടക്കും. കേരളത്തിലെ ഇന്ത്യയിലെ ഗവർണറുടെയോ സർക്കാർ കാര്യാലയത്തിലോ നടപടിയുള്ള കാര്യമല്ല ഇത്. അതിനെ സംബന്ധിച്ച് ഏറ്റവും ക്ലാരിറ്റിയോടുകൂടെ മറുപടി പറഞ്ഞ ആള് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവാണ്. നെഹ്റുവിന്റെ ജീവചരിത്ര ഗ്രന്ഥകുറിപ്പുകളിൽ സൂചിപ്പിക്കുന്ന സുപ്രസിദ്ധമായ ഒരു അനുഭവമുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിനോട് ചോദിക്കുന്നു, ഏതു ദൈവത്തിന്റെ ചിത്രം വെക്കണം ഇന്ത്യയുടെ സർക്കാർ ഓഫീസുകളിൽ? ഹിന്ദു ദൈവത്തിന്റേത് വേണോ, ക്രിസ്ത്യൻ ദൈവത്തിന്റേത് വേണോ, ഇസ്ലാം മതവിശ്വാസികളുടെ ആനുപാതിക പ്രതീക നിർമ്മാണം നടത്തുന്ന ഏതെങ്കിലും ഒന്ന് വേണോ? പണ്ഡിറ്റ് നെഹ്റുവിന്റെ മറുപടി എന്താണ്? ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ചിത്രം വെക്കാനുള്ള ആരാധനാ കേന്ദ്രമല്ല ഇന്ത്യയുടെ സർക്കാർ ഓഫീസുകൾ, മറിച്ച്
ലക്ഷക്കണക്കിന് വരുന്ന നിസ്സവരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുടെ വിമോചന കേന്ദ്രങ്ങളായിരിക്കണം ഇന്ത്യയുടെ സർക്കാർ ഓഫീസുകൾ എന്ന് വിളിച്ചു പറഞ്ഞ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിന്റെ പാരമ്പര്യം പിറന്ന മണ്ണാണ് നമ്മുടെ മണ്ണ്. അവിടെ വന്നു നിന്നുകൊണ്ടാണ് 2025 BC-യിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കും വിധം നിങ്ങൾ ഈ ചിത്രത്തെ നോക്ക്, നിങ്ങൾ ഭാരതാംബയെ നോക്ക്, നിങ്ങൾ ഈ മുദ്രാവാക്യത്തെ സ്വീകരിക്ക്. ഭാരത് മാതാ കീ ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ ചരിത്രപരമായ ആവിർഭാവം സംഘപരിവാർ അനുകൂലി മനസ്സിലാക്കേണ്ടത് അത് എവിടെ നിന്നുമായിരുന്നില്ല. ആനന്ദമഠം ഇന്ത്യയിൽ ബ്രിട്ടീഷ് കാലയളവിൽ തന്നെ നിരോധിക്കപ്പെട്ട നോവലായിരുന്നു. എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു? ഇപ്പോൾ RSSന് ഉപയോഗിക്കാൻ കഴിയും വിധം അപരമത വിദ്വേഷം ആനന്ദമഠത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് 19-ാം നൂറ്റാണ്ടിന്റെ പ്രസക്തമായ ഘട്ടത്തിൽ ആനന്ദമഠം താൽക്കാലികമായ നിരോധനം ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. ബംഗാൾ മാത എന്ന് നിവേദിത ചിത്രീകരിച്ച ആ ചിത്രത്തിൽ ഇന്നു നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വിശദീകരിച്ചു. അതിനു മുമ്പ് അസീമുള്ള ഖാന്റെ കാലയളവിലാണ് മദർ ഇന്ത്യ എന്ന സങ്കല്പം പിറവിയെടുക്കുന്നത്. ലോകം ആദരിക്കുന്ന ഇന്ത്യയുടെ ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് പറയുന്നുണ്ട്, എവിടെ നിന്നാണ് മദർ ഇന്ത്യ എന്ന ആശയത്തിന്റെ പിറവിയെടുപ്പ്? ഇർഫാൻ ഹബീബ് അസീമുള്ള ഖാനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് എവിടെ നിന്നാണ്? അത് യൂറോപ്പിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടതാണ്. അങ്ങ് സൂചിപ്പിച്ചല്ലോ, ആദാന പ്രദാനങ്ങളുടെ ഭാഗമായിട്ട് 4 കൈകൾ ഉണ്ടായിരുന്ന ബംഗാൾ മാതയുടെ ചിത്രം നിവേദിത ചൂണ്ടിക്കാണിച്ചത്, അപനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടത്, ആ ചിത്രം ആദാന പ്രദാനങ്ങളുടെ ഭാഗമായി ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ആശയം തന്നെ, മദർ ഇന്ത്യ എന്ന ആശയം തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് മുമ്പ് അത് ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയത് അസീമുള്ള ഖാനാണ്. ആ അസീമുള്ള ഖാൻ നാനാ സാഹിബ് രണ്ടാമന്റെ കാലയളവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ സൃഷ്ടിയിൽ നിന്നാണ് പിന്നീട് ബംഗാൾ മാത എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാരത മാതാവ് എന്ന് പറയുന്ന സങ്കല്പങ്ങളിലേക്കൊക്കെ നമ്മൾ സഞ്ചരിച്ചെത്തുന്ന അവിടെ നിന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് ആങ്കർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നാളെ INL-ന്റെ ഒരു നേതാവ്, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ്, കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഇവരാരെങ്കിലും ഒരാൾ ഗവർണറോ മുഖ്യമന്ത്രിയോ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെയായിട്ട് അവിടെ എത്തുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ പറയുകയാണ് അവിടെ ഗവർണറുടെ ഓഫീസിൽ എന്ത് ചെയ്യണമെന്ന് ഗവർണർ തീരുമാനിക്കണം. INL ലീഗിന്റെ ഒരു നേതാവ് ഹരിതശോഭയുള്ള ഒരു പതാക ഇന്ത്യയുടെ കേരളത്തിന്റെ ഗവർണർ ഓഫീസിൽ ഉയർത്തുന്നു. നിങ്ങളോട് വന്ന് അതിൽ കുമ്പിടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അദ്ദേഹത്തെ ജിഹാദിയാക്കിയായിരിക്കില്ല നിങ്ങൾ മാറ്റുന്നത്. ചുവപ്പൻ പതാക ഇന്ത്യയുടെ കേരളത്തിന്റെ ഒരു ഗവർണർ ഓഫീസിൽ ഉയർത്താൻ ശ്രമിച്ചാലോ? കോൺഗ്രസിന്റെ മുദ്രണമുള്ള ത്രിവർണ്ണ ശോഭയുള്ള ഒരു പതാക കേരളത്തിന്റെ ഒരു ഗവർണർ ഓഫീസിൽ ഉയർത്താൻ ശ്രമിച്ചാലോ? നിങ്ങൾ എന്ത് പറയും? അതിന് സമാനമാണ് ഇന്ത്യയെ തള്ളിക്കളഞ്ഞ, ഇന്ത്യയിലെ ലക്ഷണമൊത്ത ആദ്യത്തെ തീവ്രവാദിയായിരുന്നുള്ള ഗാന്ധി കൊലപാതക ആസൂത്രണ സംഘത്തിന് പ്രചോദനം നൽകിയ ജയൽ കപൂർ കമ്മീഷൻ റിപ്പോർട്ട് ആധികാരികമായ തെളിവുകളോടുകൂടെ ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷണമൊത്ത ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ 1-2 വാലുള്ള പതാക ഗവർണറുടെ ആഫീസിൽ താൽക്കാലികമായ അധികാരത്തിന്റെ മറവിൽ കൊണ്ട് ഉയർത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് അതിന്റെ മുമ്പിൽ കീഴടങ്ങണം, മുട്ടുന്നു അളയ്ക്കണം, ശിരസ് കുനിക്കണം എന്ന് പറഞ്ഞാൽ ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ നിലവിളക്ക് കൊളുത്താൻ പോകുന്ന ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. രാത്രിയായാൽ നിലപാട് പണയം വെച്ച് കുമ്പിടാൻ പോകുന്ന മറ്റേതെങ്കിലും കേരളത്തിലെ നേതാക്കന്മാരെ നിങ്ങൾക്ക് കിട്ടും. അതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ബഹുമാന്യനായ സംഘപരിവാരത്തോട് ആഭിമുഖ്യമുള്ള ഔദ്യോഗിക RSS അല്ലാത്ത അനൌദ്യോഗിക RSS ആകുന്ന അങ്ങ് മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി.